നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്, മറ്റൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഞാൻ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി തമ്മിൽ പ്രധാനമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ലെങ്ത് പറഞ്ഞു, കുറച്ച് എക്സാമ്പിൾസ് പറയാം. അതായത് നമ്മൾ നീളത്തിനെ കുറിച്ച് സംസാരിച്ചു, ലെങ്ത്. ഭാരത്തിനെ കുറിച്ച് സംസാരിച്ച മാസ് എന്ന് പറയും. സമയത്തിനെ കുറിച്ച് സംസാരിച്ചാൽ നമ്മൾ ടൈം എന്ന് പറയും. അതേപോലെ ടെമ്പറേച്ചർ എന്ന് പറയും, ടെമ്പറേച്ചർ. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പ്രത്യേകത, ഇവരെ വേറെ ആരെയും കൊണ്ട് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നീളം എന്ന് പറഞ്ഞാൽ നീളമാണ് അല്ലേ? അതേസമയം ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്താ ഏരിയ? ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, നീളം ഇൻറ്റു വീതിയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് നീളത്തിനെ ഗുണിച്ച് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, നീളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലല്ല ഈ ആൾക്കാർ. അപ്പൊ ഏരിയ പറയണമെങ്കിൽ എനിക്ക് നീളം കൊണ്ട് പറയാൻ സാധിക്കും, പക്ഷെ ലെങ്തിനെ എനിക്ക് വേറെ ആരെയും കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മാസും അതേപോലെയാണ്, വേറെ ആരെയും വെച്ച് എനിക്ക് മാസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ലെങ്ത്, മാസ്, ടൈം, ഈ പറയുന്ന ടെമ്പറേച്ചർ ഒക്കെ. അപ്പം ഇങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വേറെ ഒന്നും കൊണ്ട് ഡിഫൈൻ ചെയ്യാനോ വേറെ ഒന്നും കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പം ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, കണ്ടോ, ആൻഡ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. മറ്റു ക്വാണ്ടിറ്റീസിന്റെ ബേസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അവരെ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വേഗം, സ്പീഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. സ്പീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു എന്താണ്? സ്പീഡ് എന്നാൽ ലെങ്ത് ബൈ സമയമാണ്, ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പൊ ലെങ്തും വന്നു, ടൈമും വന്നു, രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അവിടെ വന്നു. അപ്പം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. കണ്ടോ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഇവിടെ നോക്കിയേ, ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇവിടെ നോക്കിയേ, എനിക്ക് ഈ വീട് പെയിന്റ് അടിക്കണം. വീട് പെയിന്റ് അടിക്കണമെങ്കിൽ എനിക്കൊരു ഭിത്തി പെയിന്റ് അടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആ ഭിത്തിയുടെ നീളവും വീതിയും അളക്കും. എന്നിട്ട് അവിടെ എത്രയോ ഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കും. നീളവും വീതി അടക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ എന്താ ചെയ്യുക? അവിടുത്തെ ഏരിയ കണ്ടുപിടിക്കും. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതി ചെയ്താൽ എനിക്ക് അവിടുത്തെ ഏരിയ കിട്ടും. ആ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എത്ര പെയിന്റ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു നീളം ചെയ്തു. അപ്പൊ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചാണ് ഞാൻ അവിടെ ഏരിയ കണ്ടുപിടിച്ചത്. ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര ലിറ്റർ പാല് ഒഴിച്ചു, എത്ര മില്ലി ലിറ്റർ പാലാണ് അവിടെ ഞാൻ ഒഴിച്ചത് എന്ന് നോക്കും. അതിനു വേണ്ടി എന്ത് ചെയ്യണം? അവിടെ എത്ര മില്ലി ലിറ്റർ പാൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വോളിയമാണ് അല്ലെ? ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ വോളിയമാണ്. ഇവിടെ വോളിയത്തിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ഇവിടെയും അതേപോലെ മരുന്ന് നമ്മൾ എടുക്കുകയാണ് കുപ്പിയിൽ. അപ്പൊ ഇത്ര മില്ലി മരുന്ന് വേണം കൊടുക്കാൻ, ഡോക്ടർ 5 മില്ലി വേണം ചുമക്ക് ഒഴിച്ചു കൊടുക്കാനെന്നൊക്കെ പറയും. അപ്പൊ അവിടെയും നമ്മൾ എന്താ എടുക്കുന്നത്? വോളിയമാണ് എടുക്കുന്നത്. അപ്പം അവിടെ എല്ലാം വോളിയം എന്ന് പറഞ്ഞാലും ഏരിയ എന്ന് പറഞ്ഞാലും ഒക്കെ ലെങ്ത് കൊണ്ടാണ് നമുക്ക് ഇവരെയൊക്കെ കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിന് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും പറയും.